നമസ്കാരം. കേരള വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് ഇന്ന് പത്രം പ്രഭാതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയ വാർത്തകളൊക്കെ തന്നെ നടന്ന ദിവസങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ ഇന്ന് പത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് +2 പരീക്ഷാഫലമാണ്. ഇന്നലെ വൈകിട്ട് 3 മണിക്കായിരുന്നു +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. 82% വിജയമാണ് +2 പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളത് കുട്ടികൾക്ക്. അപ്പോൾ എന്തായാലും ആ വാർത്ത എങ്ങനെയാണ് പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യം മനോരമ പത്രത്തിലേക്ക് വരുമ്പോൾ മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുന്നത് എറണാകുളം എഡിഷൻ ആയതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ എങ്ങനെയാണ് കുട്ടികളുടെ വിജയം എന്നുള്ളതാണ്. സേക്രഡ് ഹാർട്ട് തേവര കോളേജ്, അതുപോലെ തന്നെ സെൻറ്റ് മേരീസ് CGHSS എറണാകുളം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിലെ കുട്ടികളുടെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. ഫുൾ A+ നേടിയിട്ടുള്ള കുട്ടികൾ എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് മനോരമയുടെ ആദ്യത്തെ പേജിൽ ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മനോരമയുടെ സൈഡ് പേജിലും ഈ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മനോരമ 3-ാം പേജിൽ ഈ ഒരു വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത് ഹയർ സെക്കൻഡറി, അതിലെ പരീക്ഷാ ഫലമാണ് പറയുന്നത്. ഹയർ സെക്കൻഡറി 82.95%, അതുപോലെ തന്നെ VHSC 78.39% എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പരീക്ഷ എഴുതിയ കുട്ടികൾ ഹയർ സെക്കൻഡറി റെഗുലറിൽ 3,76,135 കുട്ടികൾ, VHSCയിൽ 28,495 കുട്ടികൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളിൽ 1,753 എന്നൊക്കെ പറഞ്ഞ് മനോരമയുടെ 3-ാം പേജിലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് സ്റ്റോറി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മനോരമ കഴിഞ്ഞു. ഇനി നമുക്ക് മാതൃഭൂമി ഈ ഒരു വാർത്ത എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. മാതൃഭൂമിയും ഇതുപോലെ തന്നെ ഫസ്റ്റ് പേജിൽ, ആദ്യത്തെ പേജിൽ തന്നെയാണ് ഈ +2 കുട്ടികളുടെ പരീക്ഷാഫലം കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ പേജിൽ. അതായത് വിജയം +2 വിജയം 82.95% എന്നാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ വിഷയത്തിലും A+ നേടിയ കുട്ടികൾ 33,815, മുഴുവൻ മാർക്കും നേടിയവർ 71% എന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല പരീക്ഷ എഴുതിയവർ, വിജയിച്ചവർ എന്നൊക്കെ പറഞ്ഞ് തരം തിരിച്ചും കൊടുത്തിട്ടുണ്ട്. VHSCയുടെ ആ ഒരു ശതമാനവും കൊടുത്തിട്ടുണ്ട്. 78.39% ഈ അതുപോലെ തന്നെ മാതൃഭൂമിയുടെ 1-ാം പേജിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു വാർത്തയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എറണാകുളം എഡിഷനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളത്തുള്ള കുട്ടികൾ, കോളേജിലുള്ള സ്കൂളുകളിലുള്ള കുട്ടികളുടെ വിജയം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രാജഗിരിയിൽ ഇരട്ടകൾക്കെല്ലാം മിന്നും വിജയം എന്ന് പറഞ്ഞ് മാതൃഭൂമി അത്തരമൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിയിലേക്കാണ് ഇനി പോകുന്നത്. ദേശാഭിമാനിയും വലിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ വിജയം അത് 1-ാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. +2 82.95 വിജയം എന്ന് പറഞ്ഞ് ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായൊരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികളുടെ ഒരു വിജയവും ആ ഒരു സന്തോഷവും ഒക്കെ തന്നെയാണ് ആ ഒരു ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. എന്തായാലും അത്തരമൊരു ചിത്രം കൂടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശാഭിമാനിയുടെ പേജ് 2-ലും ആ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. വിജയം ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയ്ക്ക്, എറണാകുളമാണ് 1-ാമത് എന്നുള്ള രീതിയിലാണ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികളുടെ, അതായത് രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ഇരട്ട കുട്ടികൾ, അതായത് ഇരട്ടകളായിട്ടുള്ള 3 സെക്ഷനായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A+ നേടി എന്നുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനി. അതുപോലെ തന്നെ മുഴുവൻ മാർക്കും നേടിയ 6 പേർ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു സെക്ഷനിൽ അവരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിജയം, അതായത് കഴിഞ്ഞ ദിവസം 10-ാം ക്ലാസ്സിൻ്റെ പരീക്ഷാ ഫലം വന്ന സമയത്തും നേപ്പാൾ സ്വദേശിയായ ഒരു കുട്ടിക്ക് മുഴുവൻ വിഷയത്തിലും A+ നേടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വാർത്ത കേരള വിഷനും കൊടുത്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ളൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടി എന്ന് പറഞ്ഞ് അതും വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. അത് ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മണ്ണിൻ്റെ മണമുള്ള ഇരട്ട വിജയം എന്ന് പറഞ്ഞ്
മറ്റൊരു സൈഡ് സ്റ്റോറിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വാർത്തകളൊക്കെ കേന്ദ്രീകരിച്ചാണ് +2ൻ്റെ ആ ഒരു വാർത്ത ദേശാഭിമാനിയും കൊടുത്തിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. 82.95 വിജയമാണ് കഴിഞ്ഞ ദിവസം 3 മണിക്കായിരുന്നു അത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിനാകെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഇത്തരം അഭിമാനം നിറഞ്ഞ വാർത്തകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് വിഷമകരമായിട്ടുള്ള ചില വാർത്തകൾ കൂടിയൊക്കെ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വന്ദന കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ നമുക്ക് നോക്കാം. കാരണം ഇന്നലെ ഹൈക്കോടതി ഈ കേസ് സ്വമേധയാ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആശുപത്രി ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകളുമൊക്കെ സംബന്ധിച്ച കാര്യങ്ങളിൽ സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഹൈക്കോടതി ഉണ്ടായിരുന്നു. ഇന്നലെ ആ ഒരു കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ ഒരു വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യം മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ, സ്വകാര്യ ആശുപത്രിക്കും സുരക്ഷ വേണം എന്ന തലക്കെട്ടോടു കൂടിയാണ് 1-ാം പേജിൽ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. സർക്കാരിനോട് ഹൈക്കോടതിയുടെ നിർദ്ദേശം ആണ് പറയുന്നത്. അതായത് സർക്കാർ ആശുപത്രികളുടെ സുരക്ഷയ്ക്ക് സംസ്ഥാന വ്യാപകമായ സുരക്ഷാ സേന നിയോഗിക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആവശ്യപ്പെട്ടാൽ സ്വകാര്യ ആശുപത്രികൾക്കും സുരക്ഷ നൽകുന്നത് പരിഗണിക്കണം എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു വാർത്ത തന്നെയാണ് ആദ്യത്തെ പേജിൽ മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. പ്രതികളുടെ കയ്യിൽ ആയുധമില്ലെന്ന് ഉറപ്പാക്കണമെന്ന് പറഞ്ഞൊരു സൈഡ് ഒരു ഹെഡ് കൂടി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ അതായത് സുരക്ഷാ കവചം തീർക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം കൂടി മാതൃഭൂമി ഈ ഒരു വാർത്തയ്ക്കൊപ്പം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനോരമയും ഈ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മനോരമ 1-ാം പേജിൽ തന്നെയാണ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. സർക്കാർ ഉറപ്പ്, ഇനി പോലീസ് കൺവെട്ടത്ത് എന്നാണ് പറയുന്നത്. അതായത് ഈ വൈദ്യപരിശോധനയ്ക്ക് രോഗികളെ കൊണ്ടുവരുന്ന സമയത്ത്, ആശുപത്രികളിൽ രോഗികളെ കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായും ആ രോഗികളുടെ കൂടെ, രോഗികൾ എന്ന് പറയുമ്പോൾ പ്രതികളായിട്ടുള്ള രോഗികളാണ്, അവരുടെ കൂടെ പോലീസുകാർ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ്, അത് സർക്കാരിൻ്റെ ആ ഒരു ഉറപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മലയാള മനോരമ. ഡോക്ടർക്കും ജഡ്ജിക്കും മുൻപിൽ പ്രതികളെ ഹാജരാക്കുന്നത് സംബന്ധിച്ച പ്രോട്ടോകോൾ ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ, ഒരു പ്രതിയെ എങ്ങനെയാണ് ചികിത്സയ്ക്ക് എത്തിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഒരു സുരക്ഷ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോട്ടോകോളിൽ പറയുന്നത്. അത് ആശുപത്രിയിൽ മാത്രമല്ല ജഡ്ജിക്ക് മുൻപിലും ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന സമയത്തൊക്കെ തന്നെ ഏത് രീതിയിലുള്ള സുരക്ഷയാണ് നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോട്ടോകോളിലുള്ളത്. അതൊക്കെ തന്നെ ഇന്നലെ കോടതിക്ക് മുൻപാകെ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു വാർത്തയാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മലയാള മനോരമ. അതുപോലെ തന്നെ വന്ദന കേസും കൂടി ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ, അതായത് വന്ദന കൊലപാതകം ഉണ്ടായതിനു ശേഷമാണ് വളരെ ഈ ഒരു കാര്യം തന്നെ ആരോഗ്യ മേഖലയിലുള്ള ആളുകളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഏറെ ചർച്ചാ വിഷയമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത കൂടി കൊടുക്കുന്നുണ്ട്. കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം നൽകുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ വന്ദനയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഒരു കാര്യം, ഒരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പരിഗണനയിലുണ്ട് സർക്കാരിൻ്റെ എന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ കഴിഞ്ഞ ദിവസം ഈ വന്ദനയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കാണുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനോരമ ആ ഒരു വാർത്തയെ, വന്ദനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആ ഒരു വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര സുഖകരമായിട്ടുള്ളൊരു പ്രഭാതമല്ല മലയാളികൾക്ക് ഇന്ന് ഉള്ളത്. വളരെ വലിയ രീതിയിലുള്ള സങ്കടം നിറഞ്ഞൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് കോഴിക്കോട് ഒരു വ്യാപാരിയെ, മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി മുറിച്ച് കൊന്നു തള്ളി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും മലയാളി ഇന്ന് ഉണരുമ്പോൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഇത്. അപ്പോൾ ആ ഒരു വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഹോട്ടലുടമയെ വെട്ടിനുറുക്കി അട്ടപ്പാടി ചുരത്തിൽ തള്ളി എന്നുള്ളൊരു ഹെഡ്ലൈനോട് കൂടിയാണ് ഈ ഒരു വാർത്ത കൊടുക്കുന്നത്. യുവാവും യുവതിയും ചെന്നൈയിൽ അറസ്റ്റിൽ എന്നും പറയുന്നുണ്ട്. കൊല്ലപ്പെട്ടത് കോഴിക്കോട് ഹോട്ടൽ നടത്തുന്ന തിരൂർ സ്വദേശിയായിട്ടുള്ള സിദ്ദിഖാണ്.
ഇദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. ഇദ്ദേഹം ഇതുപോലെ അതായത് 1-2 ആഴ്ചയൊക്കെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ ഫോൺ വിളിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ പോലീസിലേക്ക് അന്വേഷണത്തിന് അതായത് പരാതി കൊടുക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തത്. തുടർന്നാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഒരു വാർത്ത സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ചുരത്തിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ആ ഡെഡ് ബോഡി കിട്ടിയാൽ മാത്രമേ ഇനി അതിലുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കൂ. അപ്പോൾ ആ ഡെഡ് ബോഡി കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം SP അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമാണ്. മാതൃഭൂമി 1-ാം പേജിൽ തന്നെയാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല കൊലപാതകം കോഴിക്കോട്ടെ ലോഡ്ജിൽ വെച്ചാണ് എന്നുള്ളൊരു വാർത്ത കൂടി മാതൃഭൂമി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേ വാർത്ത തന്നെ ദേശാഭിമാനിയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ദേശാഭിമാനിയുടെ 12-ാമത്തെ പേജിലാണ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. ഹോട്ടൽ ഉടമയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ച നിലയിൽ 2 പേർ പിടിയിൽ എന്നുള്ളൊരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ദേശാഭിമാനി ഒരു വാർത്ത നോക്കുന്നത്. സിദ്ദിഖിനെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാനില്ല തുടങ്ങി വലിയ രീതിയിൽ അതായത് എങ്ങനെയാണ് ആ ഒരു കേസ് പോയത് സ്റ്റാർട്ടിങ് മുതൽക്ക് അതായത് ഏകദേശം ഒരു മെയ് 18-ാം തീയതിയാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു ദിവസം മുതൽക്ക് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ദേശാഭിമാനി പത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദേശാഭിമാനി 12-ാം പേജിലാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു വാർത്തയെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. മറ്റൊന്ന് ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ദേശാഭിമാനി കൊടുക്കുന്നുണ്ട്. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ തന്നെയാണ്. അതായത് അഴിമതിക്കാർ പ്രയാസപ്പെടും മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഴിമതിക്കാർ ഇനി പ്രയാസപ്പെടും. അതായത് എങ്ങനെ അഴിമതി നടത്താമെന്ന് ഡോക്ടറേറ്റ് എടുത്ത ചിലർ സർക്കാരിൻ ഈ സർവീസുകളിലുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിണറായി വിജയനാണ് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സർവീസ് മേഖലയിലെ എല്ലാവരും അഴിമതിക്കാരല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ 54-ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന അദ്ദേഹം ഉന്നയിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാർ അദ്ദേഹം വലിയ രീതിയിലുള്ള കൈക്കൂലി വാങ്ങിയ സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കേരള വിഷനും ആ ഒരു വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാടായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായത്. കോടികളും ലക്ഷങ്ങളും ഒക്കെയാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതും അഴിമതി നടത്തുന്നതും ഒക്കെ. അതുകൊണ്ട് അദ്ദേഹം തന്നെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സർവീസിൽ തന്നെ അഴിമതി നടത്തുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഇനി അങ്ങനെ നടത്തുകയാണെങ്കിൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്നുള്ള ഒരു കാര്യം കൂടി ദേശാഭിമാനി ഈ ഒരു പേജിൽ കൊടുക്കുന്നുണ്ട്. 1-ാം പേജിൽ തന്നെയാണ് ഒരു വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയും ഈ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. മാതൃഭൂമി 1-ാം പേജിൽ തന്നെ സൈഡ് സ്റ്റോറി ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്തവർ സർവീസിലുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞൊരു കോട്ടാണ് അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്തവർ സർവീസിലുണ്ട് എന്നുള്ളത്. ആ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് മാതൃഭൂമി ഈ ഒരു വാർത്ത 1-ാം പേജിൽ സൈഡ് സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കുറവ് അഴിമതി നടക്കുന്ന നാട് എന്ന നിലയിൽ നമ്മൾ ഒരുപാട് അഭിമാനിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ അതല്ല ഇപ്പോൾ നടക്കുന്നത്. സർവീസിനകത്ത് തന്നെ വലിയ രീതിയിൽ അഴിമതി നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് അതെല്ലാ പത്രങ്ങളും കൊടുക്കുന്നുണ്ട്. കർശനമായ നടപടി സ്വീകരിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് മാതൃഭൂമിയും 1-ാം പേജിൽ കൊടുക്കുന്നത്. അതുപോലെ ദേശാഭിമാനിയും മാതൃഭൂമിക്കൊപ്പം തന്നെ മനോരമയും ആ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. മനോരമയുടെ 1-ാം പേജിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മനോരമ കൊടുത്തിട്ടുള്ളത് ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി, ചില ഉദ്യോഗസ്ഥർ കുത്ത് അഴിമതി. അതായത് ഈ ഡോക്ടറേറ്റ് എടുത്തു എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ ഷോർട്ടാക്കിയിട്ടാണ് ഈ എന്ന് പറയുന്നത്. അഴിമതി എന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിലാണ് വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത് മനോരമ. ഈ തുടർ ഭരണത്തിൻ്റെ 7-ാം വർഷത്തിൽ ഉദ്യോഗസ്ഥരിൽ ചിലർ അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നു. ആ ഒരു കുറ്റപ്പെടുത്തൽ തന്നെയാണ് മനോരമ ആദ്യ പേജിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേണം അഴിമതിയില്ലാത്ത നാട് ഫോണിൻ പരിപാടി എന്ന് പറയുന്ന ഒരു മഞ്ഞ
ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത്തരമൊരു വാർത്ത. അതായത് എല്ലാ തലത്തിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനത്തിൻ്റെ എല്ലാ തലങ്ങളിലും അഴിമതിയുടെ വേരുകൾ പടർന്നിരിക്കുന്നുവെന്നാണ് മനോരമ സംഘടിപ്പിച്ചിട്ടുള്ള ഫോണിൻ പരിപാടിയിലേക്ക് വന്ന നൂറുകണക്കിന് കോളുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് മനോരമ ഒരു പരിപാടി തന്നെ ഒരു പരമ്പര തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫോണിൻ പരിപാടിയായിരുന്നു. അതിൽ നിരവധി ആളുകൾ പുറത്തു നിന്നിട്ടുള്ള, അതായത് സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളായിട്ടുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. അവർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള അഴിമതി സർക്കാരിനകത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളായി മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും, നമ്മൾ ഈ 3 പത്രങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഈ 3 പത്രങ്ങളും നോക്കുന്നത്. എന്തായാലും മറ്റുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.